ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലഡു ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2-3 ചേരുവകൾ മാത്രം മതിയാവും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് ഒരച്ച് ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അത് അരിച്ചിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇലയടക്കൽ ഉണ്ടാക്കുന്ന അത്രയൊന്നും വറുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മാത്രം മതി. ഇതാ ഈ ഒരു കളറിലാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ശർക്കര പാനിയിൽ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അരക്കപ്പ് ശർക്കര പാനി നല്ല പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരുപാട് കുറുകി പോകരുത്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റവയാണ്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഈ സമയത്തെല്ലാം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണേ. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. 1 കപ്പ് റവ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിൻ്റെ ചൂടെല്ലാം കുറച്ച് പോയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള 2-3 ചേരുവകൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.